ഹലോ, ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റിട്ട് നല്ല ഉറക്കം കേട്ടോ. ഞാൻ എഴുന്നേറ്റ് നേരെ താഴെ പോവുക. പിന്നെ മോൾ എണീച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഫോൺ വിളിക്കും. എല്ലാ ദിവസവും എന്നല്ല, ചില ദിവസം ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ വന്ന് എടുക്കും. അല്ലെങ്കിൽ ഏട്ടൻ തന്നെ കൂട്ടിയിട്ട് മോളെയും കൂട്ടി താഴേക്ക് ഇരുത്താണ് പതിവ്. അപ്പോൾ ഇന്ന് ഏട്ടൻ നല്ല ഉറക്കമല്ല, ഉറക്കം അഭിനയിച്ച് കിടക്കലാന്ന്. അപ്പോൾ നീച്ചൂട്ടി എന്നെ കണ്ടപ്പാട് ചിരിക്കുകയാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ ഒന്ന് മൈൻഡാക്കാണ്ട് നിൽക്കുന്നുണ്ട് അവൾ. ഇനിയിപ്പോൾ ഒരു ചിരിയും പിന്നെ ഒരു തുള്ളലെല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ അവളെ എടുത്ത് ഇരിക്കും. ഇത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഞാൻ അവളെ മുകളിലേക്ക് കൂട്ടാൻ വന്ന ദിവസമൊക്കെ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഏട്ടൻ താഴേക്ക് എടുത്ത് വരുത്താൻ പതിവ്. അപ്പോൾ താഴേക്ക് എടുത്ത് വന്നാൽ എടുത്തിട്ട് അങ്ങനെ കൊഞ്ചിക്കും കേട്ടോ. ഇനി നമ്മൾ നേരെ താഴെ പോവും. താഴെ ഈ സ്റ്റെപ്പ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര പേടിയാണ്, എന്നെ കയറി പിടിക്കും. പിന്നെ താഴെ വന്നിട്ട് നല്ല പരിപാടി. താഴെ വന്നിട്ട് ജസ്റ്റ് അവളെ മുഖമൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കും. കഴുകി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മൾ ഉറങ്ങിയെന്ന് വെച്ചാൽ കഴുകി കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കും. പിന്നെ പാൽ കൊടുക്കും. പാൽ കൊടുക്കുന്നത് ഞാനിത് കാണിക്കുന്നില്ല. പാൽ കൊടുത്തതിന് ശേഷം അപ്പിയിടിപ്പിക്കായിരിക്കും. ഇത് ഇവൾ അപ്പിയിടൂല കേട്ടോ. ഇത് ഈ പോട്ടി വാങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആവുള്ളൂ. അപ്പം പോട്ടി എടുത്ത് ശീലിച്ചതൊന്നുമില്ല. പിന്നെ അപ്പി ഇട്ടിട്ടില്ല അവൾ. പിന്നെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവളെ എടുത്ത് രാവിലെ തന്നെ കൊഞ്ചിക്കും. അപ്പം വല്യമ്മേൻ്റെ അടുത്താണല്ലേ. അപ്പം ഇന്ന് വല്യമ്മയാണ് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് പുട്ടും വലിയ കടലൊക്കെ ആയിരുന്നു. അപ്പം പുട്ട് കൊടുക്കൂല, അങ്ങനെ പറ്റിപ്പോകുന്നുണ്ട്. പുട്ടിന് കടലക്ക മാത്രമേ കൊടുക്കൂ. അതിന് ശേഷം ജസ്റ്റ് തല കുളിപ്പിക്കൂല, മേലൊന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ച് നല്ല കുപ്പായിലിട്ട് കൊടുത്ത് കളിക്കും അവൾ. ഇനി ഡ്രസ്സൊക്കെ ഇടുന്നത് മുകളിലൊന്നും പോകില്ല കേട്ടോ, എല്ലാം താഴെ തന്നെ. ഡ്രസ്സൊക്കെ ഇട്ട് ഇനി അവൾ കുറച്ച് സമയം കളിക്കും. എല്ലാ ദിവസവും അങ്ങനെ കളിക്കുമൊന്നുമില്ല. ചില സമയം അവൾ ഫുൾ കരച്ചിലായിരിക്കും, ചില സമയം ഉറങ്ങും. അത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇന്ന് നല്ല മൂടുള്ള തോന്നും, കക്ഷി കളിക്കുന്നുണ്ട് അമ്മമ്മേൻ്റെ കൂടെ. അത് ഏട്ടൻ്റെ അമ്മയാട്ടോ. ഇനിയിപ്പം ഉറങ്ങി, പൂച്ചോറൊക്കെ ഉറങ്ങി. ഇനിയൊരു 10-11 മണിയാകുമ്പോഴൊക്കെ എണീക്കുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നല്ല കേട്ടോ. ചില സമയം അവൾ ഉറങ്ങത്തേ ഇല്ല, ചില സമയം ഉറങ്ങും. ചിലത് പകൽ ഉറങ്ങൽ കുറവാണ്. ഇത് പൂച്ച ഉറക്കം കേട്ടോ. ഇത് കുറേ സമയം കഴിയുമ്പോൾ എണീക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.